ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഒരു കണ്ണാടി പൊട്ടിയ സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വാഷ് ബേസിൻ്റെ അവിടെയുള്ള കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ ടാപ്പാണ് വരുന്നത്. എങ്ങനെ പൊട്ടിയതൊന്നും അറിയില്ല. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് പോയി നോക്കുമ്പോൾ ഒന്നായിട്ട് ഫുള്ള് പൊട്ടി കിടക്കുന്നുണ്ട്. പക്ഷേ വാഷ് ബേസിലും ഒന്നും ഒരു ചെറിയ കഷ്ണം പോലും ഇല്ല കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ഇങ്ങനെ ചെതറി പോയതാണ്. ഡബിൾ ടാപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്, എന്താണെന്നൊന്നും അറിയില്ല. ഇത് നമ്മൾ ഈ ഗ്ലാസും കണ്ണാടിയൊന്നും പൊട്ടുന്നതല്ല, പാട് പൊട്ടിയിട്ട് അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ നോക്കുമ്പോൾ കണ്ണാടി ഉണ്ടെന്ന് തോന്നില്ലേ, പക്ഷേ ഇവിടെ കണ്ണാടി ഇല്ല. ഇവിടുത്തെ കണ്ണാടി പൊട്ടി വീണു. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഇത് തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ, രാത്രികളിലുള്ള വീഡിയോ ആണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ പിന്നെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു, മീനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോകാനായിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കണ്ണാടി അവിടെ ഇല്ലല്ലോ എന്നുള്ളത്. അപ്പം മൊബൈലിൽ തന്നെ നോക്കിയെങ്ങാണ്ട് ഷോളൊക്കെ നേരിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോള് ഞാൻ പിന്നെ നമ്മളെ നെസ്റ്റോന്ന് വാങ്ങിയതാണ് 100 രൂപക്ക്. പക്ഷേ അത് വലിയൊരു വീതിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പ് എൻ്റെ അടുത്ത് കുറേ കാലം പൊട്ടും പിന്നെയും വാങ്ങും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കംഫർട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാറ്റി യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും നടന്ന് പോവാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാലിലൊരു വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഹീൽസൊക്കെ ആകുമ്പോൾ നമുക്ക് വണ്ടിമേൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. നടന്ന് പോകാൻ ഏറ്റവും സുഖം ഈ ഒരു ബെല്ലീസാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കയറിയിട്ട് ബെല്ലീസ് കഴിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റും. അങ്ങനെ അത് നട്ടുച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ മീൻ വാങ്ങാൻ പോകുന്നത്. നല്ല അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു തണുപ്പും ഉണ്ട്, ചെറുതായിട്ടൊരു വെയിലും ഉണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആണല്ലോ. അപ്പോൾ ഇത് ഞങ്ങളെ പിന്നെ റൂട്ടിലേക്ക് എത്തുന്ന ഷോർട്ട് കട്ടാണ് കേട്ടോ. സംഭവം ഇതിലേ പോകാൻ നല്ല രസമാണ്. പക്ഷേ എൻ്റെ ഉമ്മ ഒന്നും ഇതിലേ വരില്ല കേട്ടോ. ഉമ്മ അറിയാം എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് ഓടാൻ സ്ഥലമില്ല. ആകെ ഒരാൾക്ക് പോകാൻ കഷ്ടിച്ച് പോകാനുള്ളൊരു വഴിയുള്ളൂ. പക്ഷേ നല്ലൊരു ഷോർട്ട് കട്ടാണ്. വേഗത്തിൽ പിന്നെ ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടുന്ന് കയറി പിന്നെ കുറച്ച് പാലും മീനൊക്കെ വാങ്ങാനുണ്ടെങ്കിലും അതെല്ലാം വാങ്ങി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ അതാ നമ്മളെ ബസ്സൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാ പാലും പിന്നെ കടലുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി. അപ്പോൾ ലേശം ഒരു പാൽപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പാൽപ്പേട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് പാലും ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റാണ് മനസ്സിലായത് ഈ ഒരു ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി വീഡിയോസ് ഒന്നും റെക്കോർഡായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. കുറേ മുൻപ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാൽപ്പേട ഉണ്ടാക്കുന്ന വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പൊതിച്ചോറാക്കിങ്ങാണ്ട് വെച്ചാണ്. ലേശം ഒരു കേബേജും പിന്നെ കുറച്ചൊരു അച്ചാറും ഇട്ടുങ്ങാണ്ട് പിന്നെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ടി സാമ്പാറും വെച്ചിട്ടോ. അപ്പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.